ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ എൻഗേജ്മെൻറ്റിന് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുള്ളത് വേറെ എവിടെയല്ല, ചുങ്കത്ത് പിസ്സ ഹട്ടിന് നേരെ മുകളിലുള്ള ഇലാരിയ ബ്രൈഡൽ റെൻ്റൽ സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ജ്വല്ലറി ഐറ്റംസ് ആണെങ്കിലും ഹീൽസ് ആണെങ്കിലും ബാഗ്സ് മീൻസ് നമ്മൾ ലെഹങ്കക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ പിടിക്കാനുള്ള അങ്ങനത്തത്. പിന്നെ ഡ്രസ്സൊക്കെ പറയുകയാണെങ്കിൽ വേറെ ലെവലാണ്. പിന്നെ നമ്മൾ മിറർ കണ്ട് എല്ലാവരും പിടിച്ച് നിർത്തി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ മൊത്തം ഫുള്ള് മിററാണ്, അടിപൊളിയായിരുന്നു. ഞാൻ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ബ്രൈഡൽ റെൻ്റൽ സ്റ്റുഡിയോൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചുങ്കത്തുള്ള KFCന് നേരെ മുകളിലാട്ടോ. വീണ്ടും ദേ കിടക്കണം മിറർ. പിന്നെ ഇവിടുത്തെ കസ്റ്റമർ സർവീസൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്, ചേച്ചിമാരൊക്കെ അടിപൊളിയാണ്. പിന്നെ ഒരാളെൻ്റെ കൂടെ പഠിച്ചതായതുകൊണ്ട് എനിക്ക് അവളെ കാണാൻ പറ്റി. ക്യാമറയുടെ അടുത്തുനിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അവിടുത്തെ ഒരു സ്റ്റാഫ് ഒരു ലെഹങ്ക എടുക്കാൻ വന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞാൻ ഒന്ന് പോയിക്കോട്ടെ. ഓക്കെ പോയിക്കോളൂ. ലെഹങ്കേൻ്റെ പാവാട ബ്ലൗസ് ജസ്റ്റ് ഒന്ന് തുന്ന വയ്ക്കാൻ അവൾ കൊണ്ടുപോയതാണ് കേട്ടോ. വിഷ് ലിസ്റ്റിലുള്ള സാധനം കേട്ടോ ഈ ഒരു മിറർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാണ് അവ മേടിക്കുക. അത് സാരില്ല. ഇവളിട്ട ജീനിൻ്റെ മുകളിലാണ് പാവാട ഇട്ടിട്ടുണ്ടായിരുന്നത്, ലെഹങ്കൻ്റെ പാവാട. അപ്പോൾ ഫോണ് ജീനിലായതുകൊണ്ട് ഫോൺ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്ന സമയത്ത് ഒരു ഗ്രീൻ കളർ ലെഹങ്ക ഞാൻ അവിടെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ അതില്ല, പോയി തോന്നുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. നമ്മളിപ്പോൾ ഈ ഒരു പച്ച ഡ്രസ്സ് ജസ്റ്റ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു ഷോപ്പിൽ പോയിട്ട് നമുക്ക് ജസ്റ്റ് വേറൊരു കളറും കൂടെ നോക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷിയാരി പ്രീമിയം ബ്രൈഡൽ റെൻ്റൽസിക്കാണ് കേട്ടോ പോയത്. ഇവിടെ ഞങ്ങൾ വരുന്ന ടൈമിൽ ഇവിടെ എന്തോ റീൽസൊക്കെ എടുക്കാൻ തോന്നുന്നു, ട്രൈപ്പോഡൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ വാവുണ്ട് കേട്ടോ. നമ്മൾ വന്ന സമയം മുതലേ ആ ഫോണിൽ കളിക്കുക. നല്ല രസമുണ്ടായിരുന്നു അതിന് കാണാനായിട്ട്. നമ്മളെ കൂടെ മിനി ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അത് അഖിലേട്ടൻ്റെ അനിയത്തിയാണ്, ചേച്ചീനെ കെട്ടാൻ പോകുന്ന ചേട്ടൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെയാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു സ്ഥാപനത്തിലൊക്കെ വന്നിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന കാണുന്നു കേട്ടോ. പക്ഷെ ഇതിൻ്റെ പുറകിൽ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് ആ ചേട്ടൻ. പാവം, കണ്ടപ്പോൾ സങ്കടം തോന്നി. ഇത് കുറച്ച് അവിടെ തുണിയുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ചായ അടിക്കാൻ വന്നു കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കോഫിയും ചായയും അതേപോലെ ലോഡഡ് ഫ്രൈസും ആയിരുന്നു. സത്യം പറയാമല്ലോ 5 പൈസക്ക് രണ്ടും പറ്റത്തുണ്ടായിരുന്നില്ല. പക്ഷെ മേടിച്ച സ്ഥിതിക്ക് തിന്നാണ്ടിരിക്കാനും പറ്റത്തില്ല. എങ്ങനെയൊക്കെയോ അത് കഴിച്ച് തീർത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേറെ അങ്ങോട്ടല്ല പോയത്, രാമനാട്ട. നമ്മൾ മഞ്ചേരി ബസ് കാത്തിക്കുന്നതിന് നേരെ മുകളിലത്തെ ബിൽഡിങ്ങിലേക്കാണ് കേട്ടോ. അകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണിത്. അത്യാവശ്യം നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ നമ്മൾ പോയത് സുരഭിമാളിലേക്കാണ് കേട്ടോ. ജീൻ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ പോയ സമയത്ത് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്ത് ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി. പക്ഷെ നമുക്ക് ഒരു ഇതിന് പറ്റിയ ഡ്രസ്സൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നേരെ നമ്മൾ മുകളിലേക്ക് പോയി ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആദ്യം നമ്മൾ ട്രെൻഡ്സിൽ കയറി. അത് ജസ്റ്റ് ഒന്ന് കയറിയതാണ്. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. കയറുന്നതിന് മുമ്പ് നമ്മൾ ചർച്ചയൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ, അലമ്പൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ നോക്കി അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്രെൻഡ്സിൽ നിന്ന് ഇറങ്ങി നേരെ തൊട്ടപ്പുറത്തുള്ള ജെൻസിൻ്റെ കടയിൽ കയറിയിട്ട് ഒരു വൈറ്റ് ജീൻ എടുക്കാനാണ് വന്നത്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ജീൻ അവിടെ ഇല്ലായിരുന്നു.
അങ്ങനെ ആദ്യമായിട്ട് ഞാൻ സുരഭിമാനിൻ്റെ ഉള്ളിലുള്ള തിയേറ്റർ ഞാൻ കണ്ടു. ഇപ്പോഴാണ് എനിക്കുള്ള സമാധാനമായത്. അവിടെ ഏതൊക്കെയോ പടം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഓടുന്നത് ഉന്മാദം എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമാണ്. അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ നേരെ വാഷ്റൂമിലേക്കാട്ടോ പോയത്. അപ്പോൾ അവിടെ മിററുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ജീവനാണല്ലോ, അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് പട്ടി ഷോക്കെ കളിച്ചിട്ടാണ് ഇറങ്ങിയത്. കുറേ നേരം അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഒരുമാതിരി ചൂടെടുത്തിട്ട് പുറത്തിറങ്ങി. അങ്ങനെ ഗൈസ് നമ്മൾ ട്രെൻഡ്സിൽ കയറി, വേറെ കുറേ ഷോപ്പിലൊക്കെ കയറി. പക്ഷെ നമുക്ക് ഒന്നങ്ങോട്ട് റെഡി ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി വേറൊരു ഡേ നമുക്ക് എന്തായാലും വരണം, എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ കാട്ടുള്ള മലയേ അല്ലല്ലേ അല്ലടൂ അങ്ങനെ ഗൈസ് മോഹൻലാലിൻ്റെ മോൾ അഭിനയിക്കുന്ന തുടക്കം എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ പോസ്റ്റർ ഞാൻ കണ്ടിട്ട് എപ്പോഴാണെന്ന് സമാധാനം. എന്തായാലും സിനിമ തിയേറ്ററിൽ പോയി കാണാൻ കഴിയില്ല. അപ്പോൾ പിന്നെ പോസ്റ്ററെങ്കിലും കണ്ട് കൊതിക്കട്ടെ.